നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ വാസുദേവൻ, ഫൗണ്ടർ ഡയറക്ടർ IDRP തിരുവനന്തപുരം. കൊളസ്ട്രോൾ ഒരു ഭീകരനായിട്ടാണ് നമ്മുടെ മുമ്പിൽ എക്കാലവും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ കൊളസ്ട്രോളിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ക്രമാതീതമായി കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമ്മൾ അറിയാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു വിഭാഗം നമ്മുടെ ഇടയിലുണ്ട്. മാധ്യമങ്ങൾ ഉൾപ്പെടെ, മറ്റ് പ്രൈവറ്റും ഗവൺമെൻറ്റും ഏജൻസികൾ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കൊളസ്ട്രോൾ കുറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ? അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഈ കൊളസ്ട്രോൾ മെറ്റബോളിസം തകരാറാവുന്നത്? ഇത് നമുക്ക് നേരെയാക്കാൻ പറ്റുന്നതാണ്. എങ്ങനെ ശരിയാക്കാം? അതിനെക്കുറിച്ചുള്ള ലളിതമായ വിശദീകരണം. കൊളസ്ട്രോൾ നമുക്ക് എങ്ങനെയാണ് നോർമൽ ലെവലിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്, കൊളസ്ട്രോൾ ലെവൽ കുറയാതെയും അതേസമയം ആദ്യം അമിതമായി പോകാതെയും നാച്ചുറലായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് വളരെ ലഘുവായ ഒരു വിശദീകരണം നിങ്ങൾക്ക് ലഭ്യമാണ്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.